നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത എന്ത്? വികസനം, അടിമത്വം, ചൂഷണം, തൊഴിലില്ലായ്മ. സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകതയാണ് ചൂഷണം. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏത്? പമ്പ, കബനി, ഭാരതപ്പുഴ, പെരിയാർ. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദിയാണ് കബനി നദി. ഏതു വർഷം മുതലാണ് കേരള പിറവി ദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1947, 1950, 1960, 1956. 1956 മുതലാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത് ഏത്? പീഠഭൂമി, തീരപ്രദേശം, മലനാട്, ഇടനാട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്തതാണ് പീഠഭൂമി. ദക്ഷിണേന്ത്യയിൽ കാണപ്പെടാത്ത ഭൂപ്രകൃതി ഏത്? പീഠഭൂമി, തീരപ്രദേശം, മരുഭൂമി, വനം. ദക്ഷിണേന്ത്യയിൽ കാണപ്പെടാത്ത ഭൂപ്രകൃതിയാണ് മരുഭൂമി. ഇന്ത്യക്കാർ പുണ്യനദിയായി കണക്കാക്കപ്പെടുന്ന നദി ഏത്? യമുന, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. ഇന്ത്യക്കാർ പുണ്യനദിയായി കണക്കാക്കുന്നത് ഗംഗാനദിയെയാണ്. ചാണക്യൻ ഏത് ശാസ്ത്രത്തിൻ്റെ കർത്താവാണ്? ഭൗതികശാസ്ത്രം, ഭൂമിശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, അർത്ഥശാസ്ത്രം. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവാണ്. ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? 1901, 1800, 1857, 1755. 1857 സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, റാഡ്ക്ലിഫ്, ഗാന്ധിജി, ഡോക്ടർ അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് റാഡ്ക്ലിഫ് ആയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി തയ്യാറാക്കിയത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി. VP മേനോനായിരുന്നു. എവിടെയാണ് വാഗൺ ട്രാജഡി കേരളത്തിൽ നടന്നത്? തിരൂര്, കൊയിലാണ്ടി, കുറ്റിപ്പുറം, പരപ്പനങ്ങാടി. വാഗൺ ട്രാജഡി കേരളത്തിൽ നടന്നത് തിരൂരിലായിരുന്നു. ഏത് രാജ്യത്തിൻ്റെ വിദേശ നയമാണ് ചേരിചേരാ നയം? പാകിസ്ഥാൻ, കൊറിയ, ഇന്ത്യ, അമേരിക്ക. ഇന്ത്യയുടെ വിദേശ നയമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ത് വികസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു? വ്യവസായം, കൃഷി, തൊഴിൽ, വികസനം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷി വികസിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു. ഏത് ബാങ്കാണ് നോട്ടുകൾ അച്ചടിക്കുന്നത്? റിസർവ് ബാങ്ക്, SBI, കാനറ ബാങ്ക്. ഇവയൊന്നുമല്ല. നോട്ടുകൾ അച്ചടിക്കുവാൻ അധികാരമുള്ളത് റിസർവ് ബാങ്കിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതായിരുന്നു? ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ഇന്ത്യൻ എക്സ്പ്രസ്, ദീപിക. ഇവയൊന്നുമല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രമായിരുന്നു ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഏത് കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ബംഗാൾ ഉൾക്കടൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? 2002, 2000, 2005, 2010. 2005 ഈ നിയമം നിലവിൽ വന്നത്. 2019 മുൻപ് വിവരാവകാശ നിയമം ബാധകമല്ലാതിരുന്ന സംസ്ഥാനം? ഹരിയാന, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ബംഗാൾ.
ജമ്മു കാശ്മീരിനായിരുന്നു. 2015 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയതാര്? KR മീര, അയ്യപ്പൻ, ഗൗരിയമ്മ, സരോജിനി നായിഡു. 2015 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് KR മീരയായിരുന്നു. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി, അരുവിപ്പുറം, കുറ്റ്യാടി, മണിയാർ. മണിയാറാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആര്? പൊതുസഭ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, പാർലമെൻറ്റ്, രാഷ്ട്രപതി. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. ലിഗ്നൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലം? കുറ്റിപ്പുറം, താനൂർ, പരപ്പനങ്ങാടി, വർക്കല. ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് വർക്കലയിലാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം? മണിപ്പൂർ, ചണ്ഡീഗഡ്, കേരളം, ഉത്തരാഖണ്ഡ്. മണിപ്പൂരിലായിരുന്നു. കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? 860, 1050, 400, 600. കേരളത്തിൻ്റെ ജനസാന്ദ്രത 860 ആണ്. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം? 1550, 1650, 1668, 1568. 1568 വളരെ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആസ്ട്രോസ്റ്റാറ്റ് ഏത് രാജ്യം ബഹിരാകാശത്ത് വെച്ചിരിക്കുന്ന വാന നിരീക്ഷണ കേന്ദ്രമാണ്? പാകിസ്ഥാൻ, ജപ്പാൻ, അമേരിക്ക, ഇന്ത്യ. ഇന്ത്യയുടെ വാന നിരീക്ഷണ കേന്ദ്രമാണ് ആസ്ട്രോസ്റ്റാറ്റ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം? വിസരണം, അപവർത്തനം, പ്രകീർണനം ഇവയൊന്നുമല്ല. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം വിസരണമാണ്. ഒരു ആറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം? 2, 32, 8, 16. ഒരു ആറ്റത്തിൻ്റെ N ഷെല്ലിൽ 32 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഹേബർ പ്രക്രിയ വ്യാവസായികമായി ഡാഷ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ്? സൾഫർ, ക്ലോറിൻ, അമോണിയ, ചുണ്ണാമ്പ്. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. മനുഷ്യ അസ്ഥികൂടത്തിൻ്റെ അസ്ഥികളുടെ എണ്ണം എത്ര? 112, 56, 344, 80. മനുഷ്യ ശരീരത്തിൽ അസ്ഥികൾ 80 എണ്ണമാണുള്ളത്. വനങ്ങൾ കാണപ്പെടാത്ത കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, ഇടുക്കി. വനങ്ങൾ കാണപ്പെടാത്ത കേരളത്തിലെ ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം? ജലദോഷം, കഫക്കെട്ട്, വാതപ്പനി, തുമ്മൽ. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി. കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പട്ടാമ്പി, തിരുവല്ല, പന്നിയൂർ, കോഴഞ്ചേരി. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ്. തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം ഏത്? ക്യാൻസർ, അൾസർ, ക്ഷയം, ഗോയിറ്റർ. തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഗോയിറ്റർ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന മാരകമായ രോഗം ബാധിച്ചവർക്ക് തണലേകുന്ന പദ്ധതി? സ്വാന്തനം, ആർദ്രം, കാരുണ്യ, തണൽ. കാരുണ്യ എന്ന പദ്ധതിയാണ്. മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു. അപ്പോൾ സംഭവിക്കുന്നത്? ജലദൗർലഭ്യം, ആഗോളതാപനം, പട്ടിണി, വരൾച്ച.
ആഗോളതാപനം കൂടുന്നു. ഓങ്കോളജി ഏതു രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ്? ട്യൂമർ, ക്യാൻസർ, സ്ട്രോക്ക്, അൾസർ. ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേത്? തലകറക്കം, ട്യൂമർ, കണ, ഛർദി. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? പ്ലാസ്മോഡിയ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയ. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏത്? മാവ്, പ്ലാവ്, പന, തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മരമാണ് തെങ്ങ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? കേരളം, തമിഴ്നാട്, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡാണ്. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ വെച്ചാണ്? പഞ്ചായത്ത്, ഗ്രാമസഭ, അയൽക്കൂട്ടം ഇവയൊന്നുമല്ല. ഗ്രാമസഭയിൽ വെച്ചിട്ടാണ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് എന്ന്? 1950, 2001, 2005, 1961. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് 2005 ബിഹു എന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, തമിഴ്നാട്, ആസാം. ബിഹു എന്നത് ആസാമിൻ്റെ നൃത്തരൂപമാണ്. കേരള സർക്കാരിൻ്റെ വരുമാന മാർഗമായ ഏറ്റവും വലിയ നികുതി ഏത്? വിൽപ്പന നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി ഇവയൊന്നുമല്ല. വിൽപ്പന നികുതിയിൽ നിന്നാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? തുംഗഭദ്ര, കൃഷ്ണ, കാവേരി, താപ്തി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദിയാണ് താപ്തി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയത് എപ്പോൾ? 2000, 2005, 2004, 1995. തൊഴിലുറപ്പ് പദ്ധതി 2005 പാർലമെൻറ്റ് പാസാക്കി. ജോലിക്ക് കൂലി, ഭക്ഷണം എന്നിവ വേണമെന്ന് പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5, 13 പഞ്ചവത്സര പദ്ധതി, 2, 10. 5-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം? 2010, 2009, 2000, 2013. 2013 ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ഗ്രാമം, ജില്ല, ബ്ലോക്ക്, താലൂക്ക്. ത്രിതല പഞ്ചായത്തിൽ പെടാത്തതാണ് ജില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്? സ്ത്രീ സംരക്ഷണ നിയമം, വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, സൈബർ നിയമം. വിവരാവകാശ നിയമമാണ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ രൂപീകരിച്ച വർഷം? 1945, 1949, 1957, 1960. ആദ്യ മന്ത്രിസഭ രൂപീകരിച്ചത് 1957 ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി? അലാവുദ്ദീൻ ഖിൽജി, ബാബർ, അക്ബർ, ഇൽതുമിഷ്. കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയത് അലാവുദ്ദീൻ ഖിൽജിയായിരുന്നു. ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്ത്രീ, ദാരിദ്ര്യം, വിദ്യാഭ്യാസം, തൊഴിൽ. ഇന്ദിര ആവാസ് യോജന എന്ന പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ളതായിരുന്നു.
ജൂണോ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ്? ശനി, ബുധൻ, വ്യാഴം, ഭൂമി. ജൂണോ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ചതാണ്. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത്? ബ്രിട്ടൻ, ഇന്ത്യ, ഫ്രാൻസ്, സ്പെയിൻ. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമായിരുന്നു ബ്രിട്ടൻ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാൻ ആവശ്യമായ പ്രായപരിധി? 24, 18, 30 വയസ്സ്, 35. ഗവർണറാവാൻ 35 വയസ്സ് പൂർത്തിയാവണം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി തുടങ്ങിയ വർഷം? 1960, 1950, 1947, 1970. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി തുടങ്ങിയത് 1947 മുതലാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഭൂമി, വ്യാഴം, യുറാനസ്, ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഐസക് ന്യൂട്ടൺ ഏത് നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ്? ഗുരുത്വാകർഷണ ബലം, ബലം, ആവർത്തി ഇവയൊന്നുമല്ല. ഗുരുത്വാകർഷണത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൺ. തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? കറുപ്പ്, വെള്ള, ചുവപ്പ്, നീല. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറമാണ് ചുവപ്പ് നിറം. ബോക്സൈറ്റ് ഏതിൻ്റെ അയിരാണ്? അലൂമിനിയം, തോറിയം, സിങ്ക്, ഇരുമ്പ്. ബോക്സൈറ്റ് എന്തിൻ്റെ അയിരാണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഒരു ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവയൊന്നുമല്ല. ഒരു ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ, ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ചലനം മൂലം ഒരു വസ്തുവിന് ഉണ്ടാകുന്ന ഊർജം ഏത്? സ്ഥിതികോർജം, താപോർജം, വൈദ്യുതോർജം, ഗതികോർജം. ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ഊർജമാണ് ഗതികോർജം. താപത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓം, ഹെഡ്സ്, ജൂള്, കിലോഗ്രാം. താപത്തിൻ്റെ യൂണിറ്റ് ഏത്? ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ്. ഡെസിബൽ മീറ്റർ എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? ആഴം, ആവൃത്തി, ശബ്ദ തീവ്രത, ഉച്ചത. ഡെസിബൽ മീറ്റർ ഉപയോഗിക്കുന്നത് ശബ്ദ തീവ്രത അളക്കാനാണ്. ഒരു കുക്കറിലെ ജലം എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് തിളയ്ക്കുന്നത്? 90 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, 120 ഡിഗ്രി സെൽഷ്യസ്, 130 ഡിഗ്രി സെൽഷ്യസ്. 120 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പട്ടാമ്പി, തിരുവല്ല, പന്നിയൂർ, പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയൊന്നുമല്ല. ടൈഫോയിഡിന് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 1968, 1951, 1961, 1965. വന നിയമം നിലവിൽ വന്നത് 1961. ഫൈക്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മണ്ണ്, ആകാശം, ജലം, ആൽഗകൾ. ഫൈക്കോളജി എന്നത് ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം?
കേരളം, ഹരിയാന, ഡൽഹി, ആസാം. ഇക്കോ ടൂറിസം പദ്ധതി ആദ്യം നടപ്പിലാക്കിയത് കേരളമായിരുന്നു. അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ച വർഷം 2000, 2006, 1999, 2016. അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചത് 2016 കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ, മധുര, ഷൊർണൂർ, ഡൽഹി. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം? തലശ്ശേരി, കൊയിലാണ്ടി, വടകര, മാഹി. മാഹിയാണ് ശരിയായ ഉത്തരം. ചുവന്ന നദി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏത്? കാവേരി, ഗംഗ, ബ്രഹ്മപുത്ര, യമുന. ചുവന്ന നദി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ച വർഷം? 2005, 2008, 2002, 2000. ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ചത് 2008 ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ ഇവയൊന്നുമല്ല. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ബ്രഹ്മ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത്? നർമ്മദ, ബ്രഹ്മപുത്ര, കാവേരി, സിന്ധു. ബ്രഹ്മ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, സിക്കിം. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യക്കാർ ആരുമായിട്ടാണ് പ്ലാസി യുദ്ധം നടത്തിയത്? ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ. പ്ലാസി യുദ്ധം ഇന്ത്യയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ലഭിച്ച വർഷം? 1975, 1947, 1835, 1935. 1947 ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ തുറമുഖമാണ് കണ്ട്ല. ഇത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്, കേരളം. കണ്ട്ല തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. കേരളത്തിൻ്റേത് അല്ലാത്ത ദൃശ്യകല ഏത്? കഥകളി, തുള്ളൽ, യക്ഷഗാനം, കൂടിയാട്ടം. കേരളത്തിൻ്റേത് അല്ലാത്ത ദൃശ്യകലയാണ് യക്ഷഗാനം. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത്? കടുവ, ജിറാഫ്, സിംഹം, പുലി. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗമാണ് ജിറാഫ്. ഇന്ത്യയിൽ മൊബൈൽ ATM നിർമ്മിച്ച ആദ്യ ബാങ്ക് ഏത്? കേരള ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, കാനറ ബാങ്ക്, ICC ബാങ്ക്. ICC ബാങ്ക് ആയിരുന്നു. ഇന്ത്യ ഗേറ്റ് പണി പൂർത്തിയാക്കിയ വർഷം? 1933, 1931, 1940, 1925. ഇന്ത്യ ഗേറ്റ് പണി പൂർത്തിയാക്കിയത് 1931 കേരളത്തിൽ ആദ്യ ബേക്കറി ആരംഭിച്ച സ്ഥലം എവിടെ? മാഹി, കൊയിലാണ്ടി, തലശ്ശേരി, വടകര.
കേരളത്തിൽ ആദ്യത്തെ ബേക്കറി നിലവിൽ വന്നത് തലശ്ശേരിയിലായിരുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏത്? മോഹിനിയാട്ടം, കൃഷ്ണനാട്ടം, കഥകളി, കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാവക്കാട്, തിരുവല്ല, മാടായി, മട്ടാഞ്ചേരി. ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ചാവക്കാടാണ്. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഏത്? സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയമാണ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഏത്? അമേരിക്ക, ജപ്പാൻ, ചൈന, റഷ്യ. ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകുന്നത് റഷ്യയാണ്. അമിതമായി ലഹരി ഉപയോഗിക്കുന്നവരിൽ തകരാറിലാകുന്ന അവയവം? തലച്ചോറ്, ഹൃദയം, കരൾ, വൃക്ക. അമിതമായി ലഹരി ഉപയോഗിക്കുന്നവരിൽ കരൾ തകരാറിലാകുന്നു. മൈനർ വിഭാഗത്തിലുള്ളവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ രാജ്യം? കൊറിയ, റഷ്യ, ജപ്പാൻ, സൗദി അറേബ്യ. മൈനർ വിഭാഗത്തിലുള്ളവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ രാജ്യമാണ് സൗദി അറേബ്യ. സൗരയൂഥത്തിൽ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ഏതാണ്? ശുക്രൻ, ബുധൻ, യുറാനസ്, വ്യാഴം. സൗരയൂഥത്തിൽ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹമാണ് ശുക്രൻ. പള്ളിവാസൽ പദ്ധതി നടപ്പിലാക്കിയ നദി ഏത്? പമ്പ, മുതിരമ്പുഴ, ചാലക്കുടി, പെരിയാർ. പള്ളിവാസൽ പദ്ധതി നടപ്പിലാക്കിയത് മുതിരമ്പുഴയിലായിരുന്നു. പ്രതിമകളുടെ നഗരം എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല? കൊല്ലം, മലപ്പുറം, തിരുവനന്തപുരം, കണ്ണൂർ. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ലയാണ് തിരുവനന്തപുരം. വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന പക്ഷി ഏത്? എമു, ഒട്ടകപ്പക്ഷി, പ്രാവ്, മൂങ്ങ. വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷിയാണ് മൂങ്ങ. ഒഡീഷ പോലീസ് സന്ദേശങ്ങൾ കൈമാറുന്നതിന് ഉപയോഗിച്ചിരുന്ന പക്ഷി? ഒട്ടകപ്പക്ഷി, പ്രാവ്, സരസൻ കൊക്ക്, തത്ത. ഒഡീഷ പോലീസ് സന്ദേശങ്ങൾ കൈമാറുന്നതിന് പ്രാവിനെയാണ് ഉപയോഗിച്ചിരുന്നത്. പാൽ ഉൽപാദന ശേഷിയുള്ള പക്ഷി ഏത്? ബ്ലൂടിറ്റ്, പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി, പ്രാവ്. പാൽ ഉൽപാദന ശേഷിയുള്ള പക്ഷിയാണ് പ്രാവ്. ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏത്? ട്രിനിഡാഡ്, ആൽബട്രോസ്, സ്വിഫ്റ്റ്, ആർട്ടിക് ടേൺ. ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറക്കുന്ന പക്ഷിയാണ് സ്വിഫ്റ്റ്. ഒട്ടകപ്പക്ഷിയുടെ കാലിലെ വിരലുകളുടെ എണ്ണം എത്ര? 4 വിരലുകൾ, 5 വിരലുകൾ, 2 വിരലുകൾ, 3 വിരലുകൾ. ഒട്ടകപ്പക്ഷിയുടെ കാലിൽ 2 വിരലുകളാണ് ഉള്ളത്. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? ഫാൽക്കൺ, കുയിൽ, ഹമ്മിങ് ബേർഡ്, കാക്ക. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കാക്ക. പക്ഷികളുടെ ഹൃദയത്തിൽ എത്ര അറകളാണ് ഉള്ളത്? 4 അറകൾ, 3 അറകൾ, 2 അറകൾ, 1 അറ. പക്ഷികളുടെ ഹൃദയത്തിൽ 4 അറകളാണ് ഉള്ളത്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ, കണ്ണൂർ, എറണാകുളം, കാസർഗോഡ്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ചിറകു വിരിക്കാൻ കഴിവുള്ള പക്ഷി? എംപറർ പെൻഗ്വിൻ, ഫാൽക്കൺ, ആൽബട്രോസ്, ആർട്ടിക് ടേൺ. ആർട്ടിക് ടേൺ ആണ് ശരിയായ ഉത്തരം.
മംഗളവനം പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, ഇടുക്കി. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. വെള്ളമില്ലാതെ 2 ആഴ്ച വരെ ജീവിക്കാൻ കഴിയുന്ന മൃഗമേത്? കങ്കാരുഎലി, ഒട്ടകം, മുയൽ, ജിറാഫ്. വെള്ളമില്ലാതെ 2 ആഴ്ച വരെ ജീവിക്കാൻ കഴിയുന്ന മൃഗമാണ് ഒട്ടകം. പറക്കാൻ കഴിവുള്ള ഒരേയൊരു സസ്തനി ഏത്? ലെമൂർ, കൊളൂഗോ, ബാറ്റ്, പറക്കുന്ന അണ്ണാൻ. പറക്കാൻ കഴിവുള്ള ഒരേയൊരു സസ്തനിയാണ് ബാറ്റ്. ദീർഘനേരം പറക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുന്ന പക്ഷി ഏതാണ്? പെലിക്കൺ, സ്വിഫ്റ്റ്, ഫാൽക്കൺ, ആൽബട്രോസ്. ദീർഘനേരം പറക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുന്ന പക്ഷിയാണ് സ്വിഫ്റ്റ്. ഏതിനത്തിലെ പുരുഷനാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്? ഓക്ടോപ്പസ്, തവള, കോമാളി മത്സ്യം, കടൽക്കുതിര. കടൽക്കുതിരയാണ് ശരിയായ ഉത്തരം. ഏറ്റവും വേഗത്തിൽ ഓടിയതിൻ്റെ റെക്കോർഡ് ഏത് മൃഗത്തിനാണ്? ഹോൺ ഉറുമ്പ്, ഗ്രൗഹൗണ്ട്, സിംഹം, ചീറ്റ. ഏറ്റവും വേഗതയുള്ളത് ചീറ്റയ്ക്കാണ്. ലോകത്തിലെ ഒരേയൊരു വിഷമുള്ള പ്രൈമേറ്റ് ഏതാണ്? ടാർസിയർ, സ്ലോ ലോറിസ്, റീസസ് കുരങ്ങ്, ബാബൂൺ. സ്ലോ ലോറിസ് ആണ്. 3 ഹൃദയങ്ങളുള്ള കടൽ ജീവി ഏത്? കണവ, ഡോൾഫിൻ, നീരാളി, സ്റ്റാർ ഫിഷ്. 3 ഹൃദയങ്ങളുള്ള കടൽ ജീവിയാണ് നീരാളി. ഏതൊരു മൃഗത്തിലും ഏറ്റവും കട്ടിയുള്ള രോഗങ്ങൾ ഉള്ള സസ്തനി? കടൽ ഒട്ടർ, ബീവർ, ആർട്ടിക് കുറുക്കൻ, ധ്രുവക്കരടി. കടൽ ഒട്ടറാണ്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന കരമൃഗം ഏതാണ്? നീലത്തിമിംഗലം, ഡ്രാഗൺ, ഭീമൻ ആമ, ആഫ്രിക്കൻ ആന. ഭീമൻ ആമയാണ് ശരിയായ ഉത്തരം. അറിയപ്പെടുന്ന ഒരേയൊരു അനശ്വര മൃഗം ഏതാണ്? ഹൈഡ്രേ, ആമ, ജെല്ലി ഫിഷ്. ഇവയൊന്നുമല്ല. അറിയപ്പെടുന്ന ഒരേയൊരു അനശ്വര മൃഗമാണ് ജെല്ലി ഫിഷ്. രക്തപിത്തത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നത്? ആര്യവേപ്പ്, ആടലോടകം, കൊടങ്ങൽ, തുളസി. രക്തപിത്തത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നത് ആടലോടകമാണ്. കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേക കഴിവുള്ള ഔഷധ സസ്യം? വേപ്പ്, തുളസി, നീലാംബരി. ഇവയൊന്നുമല്ല. കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേക കഴിവുള്ള ഔഷധ സസ്യമാണ് വേപ്പ്. ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം? തുളസി, പനിക്കൂർക്ക, കീഴാർനെല്ലി, ആര്യവേപ്പ്. ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യമാണ് ആര്യവേപ്പ്. കേടുവരാത്ത ഒരേയൊരു ഭക്ഷണ വസ്തു ഏത്? പഞ്ചസാര, ഉപ്പ്, പുളി, തേൻ. കേടുവരാത്ത ഒരേയൊരു ഭക്ഷണ വസ്തുവാണ് തേൻ. പ്രകൃതിദത്തമായ അയഡിൻ ലഭിക്കുന്ന ഒരിനം കടൽപ്പായൽ? കാപ്സെയിൻ, സർഗാസം, മാനിറ്റോൾ, ലാമിനേറിയ. ലാമിനേറിയാണ് ശരിയായ ഉത്തരം. ശരീരത്തിലെ തുലനനില പരിപാലിക്കാൻ സഹായിക്കുന്ന അവയവം? ചെവി, കണ്ണ്, ത്വക്ക്. ഇവയൊന്നുമല്ല. ചെവിയാണ് ശരിയായ ഉത്തരം. മധുരത്തിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത്? നാവിൻ്റെ നടുക്ക്, നാവിൻ്റെ പിൻഭാഗത്ത്, നാവിൻ്റെ മുൻഭാഗത്ത്, നാവിൻ്റെ അരികിൽ. സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണ്. അറ്റ്ലസ് ശരീരത്തിലെ ഏതു ഭാഗത്തെ അസ്ഥിയാണ്? കാലിലെ, തലയിലെ,
കയ്യിലെ, മുഖത്തെ. അറ്റ്ലസ് എന്ന അസ്ഥി തലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാരിയെല്ലുകളുടെ എണ്ണം. ഒരു മനുഷ്യൻ്റെ വാരിയെല്ലുകളുടെ എണ്ണം 23, 21, 24, 22. 24 വാരിയെല്ലുകളാണ് ഒരു മനുഷ്യനുള്ളത്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം, കാർബൺ. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ആഹാരത്തിൽ നിന്നുള്ള ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം വൻകുടൽ, ആമാശയം, ചെറുകുടൽ ഇവയൊന്നുമല്ല. ആഹാരത്തിൽ നിന്നുള്ള ജലാംശം ആഗിരണം ചെയ്യുന്ന ഭാഗമാണ് ചെറുകുടൽ. സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 21, 36, 32, 35. 32 സ്ഥിരദന്തങ്ങളാണ് ഉള്ളത്. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ക്ലോറിൻ, ഫ്ലൂറിൻ, സൾഫർ, കാർബൺ. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ. കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർത്താൽ ലഭിക്കുന്ന നിറം ഏത്? നീല, വെള്ള, ചുവപ്പ്, മഞ്ഞ. കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർത്താൽ നീല നിറമാകും. പ്രായപൂർത്തിയായ ഒരാളിന് ഒരു ദിവസം ആവശ്യമായ ധാന്യകം 500 ഗ്രാം, 250 ഗ്രാം, 750 ഗ്രാം, 1000 ഗ്രാം. 500 ഗ്രാം ധാന്യകം ആവശ്യമാണ്. കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറി ഏത്? ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പാവയ്ക്ക, ക്യാബേജ്. കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറിയാണ് ക്യാബേജ്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പ് ആറ്റങ്ങളുടെ എണ്ണം എത്ര? 4, 5, 3, 2. 4 ഇരുമ്പ് ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ഏത്? സോയാബീൻ, ചോളം, ഗോതമ്പ് ഇവയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യമാണ് ചോളം. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏത്? ജാതിക്ക, കുരുമുളക്, ഏലം, പട്ട. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. പ്രതിദിനം കഴിക്കുന്ന ഭക്ഷണത്തിൽ 60 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾക്ക് ലഭിക്കേണ്ട പ്രോട്ടീനിൻ്റെ അളവ് 60 ഗ്രാം, 30 ഗ്രാം, 15 ഗ്രാം, 10 ഗ്രാം. 60 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ലോഹം ഏത്? മഗ്നീഷ്യം, സോഡിയം, കാർബൺ, ഹൈഡ്രജൻ. മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് മഗ്നീഷ്യമാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏത്? ജീവകം ഡി, ജീവകം സി, ജീവകം B12, ജീവകം എ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. ആകെ ജീവകങ്ങൾ എത്ര? 12, 13, 14, 15. ആകെ 13 ജീവകങ്ങളാണ് ഉള്ളത്. പക്ഷിപ്പനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ? മണിപ്പൂർ, സിക്കിം, മേഘാലയ, മഹാരാഷ്ട്ര. പക്ഷിപ്പനി ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലായിരുന്നു. ഏറ്റവും കൂടുതൽ ക്ഷയബാധിതർ ഉള്ള രാജ്യം ഏത്? ചൈന, ഇന്ത്യ, ജപ്പാൻ, കൊറിയ. ക്ഷയരോഗബാധിതർ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1985, 1986, 1984, 1987.
1987 ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്ത്? ആഫ്രിക്ക, അമേരിക്ക, ജപ്പാൻ, സ്വീഡൻ. കൊതുകുകൾ പരത്തുന്ന ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലായിരുന്നു. ഏറ്റവും ചെറിയ ഉരഗം ഏത്? ഉരഗവർഗത്തിലെ ഏറ്റവും ചെറുത് ഏത്? പഴുതാര, അരണ, ഓന്ത്, പല്ലി. ഏറ്റവും ചെറിയ ഉരഗമാണ് പല്ലി. മുടി ചൂടും പെരുമാൾ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? സൂപ്രണ്ട് അയ്യ, തൈക്കാട് അയ്യ, വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി. മുടി ചൂടും പെരുമാൾ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. തൈക്കാട് അയ്യ സമാധിയായ വർഷം 1908, 1910, 1906, 1909. തൈക്കാട് അയ്യ സമാധിയായത് 1909 ഏകലവ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ദാദാഭായ് നവറോജി, EV കൃഷ്ണപിള്ള, മാധവൻ നമ്പൂതിരി, KM മാത്യു. ഏകലവ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് KM മാത്യു. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞതാര്? സുരേന്ദ്രനാഥ ബാനർജി, ലാലാ ലജ്പത് റായ്, CR ദാസ്, ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനായിരുന്നു. മുട്ടത്തോടിലെ പ്രധാന രാസവസ്തു ഏത്? കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം ഓക്സൈഡ്. മുട്ടത്തോടിലെ പ്രധാന രാസവസ്തുവാണ് കാൽസ്യം കാർബണേറ്റ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ, അമോണിയ. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുകരണമായ കേരളീയ കലാരൂപം ഏത്? വേലകളി, അർജുന നൃത്തം, വെള്ളാട്ട്, പടയണി. കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുകരണമായ കേരളീയ കലാരൂപമാണ് വേലക്കളി. രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതി, രാജ്യസഭാ സ്പീക്കർ, രാഷ്ട്രപതി, ലോകസഭാ സ്പീക്കർ. അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി? പട്ടം താണുപിള്ള, EK നായനാർ, C അച്യുതമേനോൻ, K കരുണാകരൻ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് EK നായനാരായിരുന്നു. 95% കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി? ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, ആൻഡ്രസൈറ്റ്, പീറ്റ്. 95% കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരിയാണ് ആൻഡ്രസൈറ്റ്. ഒരു സ്കൂൾ തുറക്കുന്നതാരാണോ അയാൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്? അരിസ്റ്റോട്ടിൽ, ഡോക്ടർ അംബേദ്കർ, ഗാന്ധിജി, വിക്ടർ ഹ്യൂഗോ. വിക്ടർ ഹ്യൂഗോ ആയിരുന്നു. 6 മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ എത്ര ശതമാനമാണ്? 25%, 50%, 12%, 25%. 6 മണിക്കൂർ എന്നത് ഒരു ദിവസത്തിൻ്റെ 25%. പുതിയ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം? ഹംപി, സാഞ്ചി സ്തൂപം, ചെങ്കോട്ട, മംഗളയാൻ. പുതിയ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ചെങ്കോട്ടയാണ്. ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? ജയ്പൂർ, മുംബൈ, അലഹാബാദ്, ന്യൂഡൽഹി. ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അലഹബാദിലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? പുനലൂർ, ചിറ്റൂർ, നേര്യമംഗലം, ചിന്നാർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാറാണ്.
ആനക്കൂടിന് പ്രശസ്തമായ സ്ഥലം കോന്നി, പെരുമ്പാവൂർ, ഗുരുവായൂർ, തേക്കടി. ആനക്കൂടിന് പ്രശസ്തമായ സ്ഥലമാണ് കോന്നി. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ്, 110 ഡിഗ്രി സെൽഷ്യസ്, 130 ഡിഗ്രി സെൽഷ്യസ്, 123 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. ഐശ്വര്യ റായി ലോക സുന്ദരി പട്ടം നേടിയ വർഷം 1992, 1991, 1993, 1994. ഐശ്വര്യ റായി ലോക സുന്ദരി പട്ടം നേടിയത് 1994 റൂർക്കേല ഇരുമ്പുരുക്ക് ശാല നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം റഷ്യ, ബ്രിട്ടൻ, ജർമ്മനി ഇവയൊന്നുമല്ല. റൂർക്കേല ഇരുമ്പുരുക്ക് ശാല നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമായിരുന്നു ജർമ്മനി. ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യ, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്നത് യൂറോപ്പാണ്. ഡയമണ്ട് ഏത് കായിക ഇനം നടക്കുന്ന വേദിയാണ്? ബേസ്ബോള്, ഗുസ്തി, ഗോൾഫ്, ഐസ് ഹോക്കി. ബേസ്ബോൾ നടക്കുന്ന വേദിയാണ്. മത്സ്യബന്ധനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഏത്? ജപ്പാൻ, കാനഡ, ചൈന, ഇന്ത്യ. മീൻപിടുത്തത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ജപ്പാൻകാരാണ്. കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഒറീസ, തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക. കൊണാർക്ക് സൂര്യക്ഷേത്രം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏത്? കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, അലഹബാദ് ബാങ്ക്, UTI ബാങ്ക്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്കായിരുന്നു ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. നളചരിതം ആട്ടക്കഥ രചിച്ചത് രാമപുരത്ത് വാരിയർ, ഉണ്ണായി വാരിയർ, കുഞ്ചൻ നമ്പ്യാർ, സ്വാതി തിരുനാൾ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാരിയർ ആയിരുന്നു. 2020 പൊതുസ്ഥലത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ച സംസ്ഥാനം ജാർഖണ്ഡ്, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ജാർഖണ്ഡായിരുന്നു. മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം BC 261, BC 231, BC 321, BC 123. മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് BC 321 ദേശീയ നിയമദിനം എന്ന് നവംബർ 26, ജൂലൈ 28, ജനുവരി 26, ഓഗസ്റ്റ് 28. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26 കുരങ്ങുപനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ ഇവയൊന്നുമല്ല. കുരങ്ങുപനിക്ക് കാരണമായ സൂക്ഷ്മാണുവാണ് വൈറസ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ, ബുധൻ, വ്യാഴം, ശനി. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. കണ്ടൽക്കാടുകൾ കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? കൊല്ലം, ഇടുക്കി, കണ്ണൂർ, തൃശ്ശൂർ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010, 2006, 2019, 2011. 2010 അനലക്ട്സ് ഏതു മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ്? താവോസിയം, കൺഫ്യൂഷനിസം, ബുദ്ധമതം, ഹിന്ദുമതം. അനലക്ട്സ് കൺഫ്യൂഷനിസത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ്. പാലിൽ സുലഭമായിട്ടുള്ള ജീവകം ഏത്? ജീവകം E, ജീവകം A,
ജീവകം B1, ജീവകം C. പാലിൽ സുലഭമായിട്ടുള്ള ജീവകമാണ് ജീവകം A. റെഗുലേറ്ററിംഗ് ആക്ട് പാസാക്കിയ വർഷം 1772, 1785, 1773, 1774. റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയത് 1773 പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് വട്ടവട, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വെഞ്ഞാറമൂട്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട് താലൂക്കിലാണ്. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത്? ജയ്പൂർ, ഉദയ്പൂർ, പാനിപ്പട്ട്, സൂററ്റ്. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റിയാണ് സൂററ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണം: ചെമ്പരത്തി, കശുമാവ്, പടവലം, ജമന്തി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പടവലമാണ് ഏകലിംഗ പുഷ്പം. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007, 1985, 2002, 1984. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007 പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിൻ്റെ ആന്തരിക പാളി: അന്ധബിന്ദു, ദൃഷ്ടിപടലം, ദൃഢപടലം, മധ്യപാളി. ദൃഷ്ടിപടലമാണ്. മെസപ്പൊട്ടേമിയയിൽ കണ്ടെടുത്ത ലിഖിതങ്ങളിൽ ഭൂരിഭാഗവും എന്നുമായി ബന്ധപ്പെട്ടതാണ്: ഭരണം, കൃഷി, ആചാരങ്ങൾ, കച്ചവടം. കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. നരവംശത്തിൻ്റെ മ്യൂസിയം എന്നറിയപ്പെടുന്ന രാജ്യം: ഇന്ത്യ, ചൈന, അമേരിക്ക, ആഫ്രിക്ക. നരവംശത്തിൻ്റെ മ്യൂസിയം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്: കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, ചെമ്മണ്ണ്, ചുവന്ന മണ്ണ്. ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണാണ് കാണപ്പെടുന്നത്. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദം ഏത്? ഗുസ്തി, പോളോ, കബഡി, ചെസ്. ഗുസ്തിയായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത വർഷം 1962, 1947, 1956, 1955. 1947 തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത് ആര്? ധർമ്മരാജ, ഗൗരി പാർവതി ബായി, ഗൗരി ലക്ഷ്മി ബായി, സ്വാതി തിരുനാൾ. ഗൗരി ലക്ഷ്മി ബായി ആയിരുന്നു. ഇന്ത്യ പാക് യുദ്ധം നടന്നത് ഏത് വർഷം? 1971, 1972, 1973, 1974. ഇന്ത്യ പാക് യുദ്ധം നടന്നത് 1971 ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം: മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്, സെറിബെല്ലം, സെറിബ്രം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത് എപ്പോൾ? 2016, 2014, 2013, 2012. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത് 2014 ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു: ബേബി ഹർഷ, ബേബി ദുർഗ, ബേബി ധ്യാൻ, ബേബി ചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആയിരുന്നു ബേബി ദുർഗ. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, ആസാം, മധ്യപ്രദേശ്, ബീഹാർ. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മനുഷ്യ ശരീരത്തിൽ എത്ര മസിലുകളാണ് ഉള്ളത്? 620, 639, 650, 675. ഒരു മനുഷ്യനിൽ
639 മസിലുകളുണ്ട്. കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? RS ഉണ്ണി, KO ഐഷബായി, MPM ജാഫർ, നബീസത്ത് ബീവി. KO ഐഷബായി ആയിരുന്നു. സമുദ്രത്തിൻ്റെ താഴ്ച അളക്കുന്നതിനുള്ള ഏകകം ഏത്? കാരറ്റ്, അമീറ്റർ, ആംബിയർ, ഫാത്തം. സമുദ്രത്തിൻ്റെ താഴ്ച അളക്കുന്നതിനുള്ള ഏകകമാണ് ഫാത്തം. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ഭൂട്ടാൻ്റെ തലസ്ഥാനം ഏത്? കാബൂള്, തിമ്പു, ധാക്ക, ദില്ലി. ഭൂട്ടാൻ്റെ തലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് തിമ്പുവിനെയാണ്. അവൻ വീണ്ടും വരുന്നു എന്ന നാടകം രചിച്ചത് ആര്? NN പിള്ള, K ദാമോദരൻ, CJ തോമസ്, K മാധവൻ. അവൻ വീണ്ടും വരുന്നു എന്ന നാടകം രചിച്ചത് CJ തോമസ് ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീലായിരുന്നു. അനുഷ്ഠാന കലയ്ക്ക് ഉദാഹരണം ഏത്? കാവടി, കൂത്ത്, കഥകളി, തെയ്യം. അനുഷ്ഠാന കലയ്ക്ക് ഉദാഹരണമാണ് തെയ്യം. മാമാങ്കം എത്ര ദിവസത്തെ ആഘോഷമാണ്? 3 ദിവസത്തെ, 5 ദിവസത്തെ, 7 ദിവസത്തെ, 10 ദിവസത്തെ. മാമാങ്കം 10 ദിവസത്തെ ആഘോഷമാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്, പാലക്കാട്, ഇടുക്കി, കോഴിക്കോട്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാര്? KC ഏലമ്മ, ചന്ദ്രമതി, ജാനകി രാമചന്ദ്രൻ, ശാരദാദേവി. ആദ്യ മലയാളി വനിത KC ഏലമ്മയായിരുന്നു. കാനഡയുടെ ദേശീയ മൃഗമായി അവർ കണക്കാക്കുന്നത് ഏതിനെ? ബീവൽ, കരടി, സിംഹം, മാൻ. കാനഡയുടെ ദേശീയ മൃഗമായി അവർ കണക്കാക്കുന്നത് ബീവലിനെയാണ്. സുലു വർഗക്കാർ താമസിക്കുന്ന സ്ഥലം എവിടെ? ബൾഗേറിയ, ദക്ഷിണാഫ്രിക്ക, കാഠ്മണ്ഡു, ഐസ്ലാൻഡ്. സുലു വർഗക്കാർ താമസിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഏറ്റവും നീളം കൂടിയ പാമ്പ് ഏത്? അനാക്കോണ്ട, രാജവമ്പാല, പെരുമ്പാമ്പ്, മൂർഖൻ. ഏറ്റവും നീളം കൂടിയ പാമ്പാണ് അനാക്കോണ്ട. അനാക്കോണ്ടയാണ് ഏറ്റവും നീളം കൂടിയ പാമ്പ്. പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര? 2 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, 8 മിനിറ്റ്. 8 മിനിറ്റാണ് ആവശ്യം. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? മജ്ജ, പ്ലീഹ, സുഷുമ്ന, നാഡി. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് മജ്ജയിൽ വെച്ചിട്ടാണ്. ബ്രൗൺ ഹോപ്പറിൻ്റെ ശല്യം നേരിടുന്ന വിള ഏത്? മരച്ചീനി, നെല്ല്, ഗോതമ്പ്, കടല. ബ്രൗൺ ഹോപ്പറിൻ്റെ ശല്യം നേരിടുന്ന വിളയാണ് നെല്ല്. ഇന്ത്യയിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗം ഏത്? കുഷ്ഠം, ക്ഷയം, വസൂരി, മന്ത്. ഇന്ത്യയിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു രോഗമാണ് വസൂരി. തികച്ചും ഒരു ജലജീവിയാണെന്ന് പറയുവാൻ വയ്യാത്ത ജീവി ഏത്? മുതല, ആമ, തവള, പാമ്പ്.
തികച്ചും ഒരു ജലജീവിയാണെന്ന് പറയുവാൻ വയ്യാത്ത ജീവിയാണ് മുതല. പക്ഷാഘാതത്തിന് കാരണമായ തകരാറ് ഏത് ശരീരഭാഗത്താണ് സംഭവിക്കുന്നത്? തലച്ചോറിൽ, കാലുകളിൽ, കൈകളിൽ, ശരീരം മൊത്തം? തലച്ചോറിനാണ് സംഭവിക്കുന്നത്. അയ്യങ്കാളിയെ പുലിയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയായിരുന്നു. സുന്ദർബൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഒറീസ, പഞ്ചാബ്. പശ്ചിമ ബംഗാളിലാണ്. ഫുട്ബോൾ മത്സരത്തിൽ പെനാൽറ്റി പോയിന്റ് ഗോൾ ലൈനിൽ നിന്നും എത്ര അകലത്തിലാണ്? 36 അടി അകലത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച മലയാളി ആര്? സി. ശങ്കരൻ നായരായിരുന്നു. കാർഷിക അടിത്തറയുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നതുമായ കേരളത്തിലെ വ്യവസായം ഏത്? കയർ വ്യവസായമാണ്. കേരളത്തിലെ സമുദ്രതീരത്തിൻ്റെ ദൈർഘ്യം എത്ര കിലോമീറ്ററാണ്? 580 കിലോമീറ്ററാണ്. കാൾ മാർക്സ് ഏത് രാജ്യക്കാരനാണ്? കാൾ മാർക്സ് ഏത് രാജ്യക്കാരനാണ്? ജർമ്മനിക്കാരനാണ്. യൂറോപ്പിൻ്റെ ധനകാര്യ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത്? സൂറിച്ചാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ കരസേനാ മേധാവി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ കരസേനാ മേധാവി ജനറൽ പത്മനാഭനാണ്. ഏറ്റവും അധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ ഇന്ത്യൻ സിനിമ ഏത്? പതേർ പാഞ്ചാലിയാണ്. ബുദ്ധി കൂടുതലുള്ള സ്ത്രീകളുടെ മുലയുടെ വലിപ്പം എങ്ങനെയായിരിക്കും? വലുതായിരിക്കും, ചെറുതായിരിക്കും, തീരെ ചെറുതായിരിക്കും, തൂങ്ങിയതായിരിക്കും? മുലകൾ ചെറുതായിരിക്കും.